മുന്നണികളുടെ നെഞ്ചിടിപ്പ് കൂട്ടി എക്സിറ്റ് പോൾ സർവേകൾ. കഴിഞ്ഞ തവണ കൃത്യമായ പ്രവചനങ്ങൾ നടത്തിയ ഏജൻസികൾ പോലും ഇത്തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കേരളത്തിൽ പറയുന്നത്. ടുഡേസ് ചാണിക്യ പോലെയുള്ള ഏജൻസികൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം പ്രവചിക്കുമ്പോൾ അത് LDF, UDF നേതാക്കൾക്ക് നെഞ്ചിടിപ്പ് കൂട്ടുന്നുണ്ട്. മിക്ക എക്സിറ്റ് പോളുകളും BJP വീണ്ടും അക്കൗണ്ട് തുറക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും നേതാക്കന്മാർ വലിയ പ്രതീക്ഷ ഇതുവരെ പങ്കുവച്ചിട്ടില്ല. പുറത്തുവന്ന സർവേ ഫലങ്ങളിൽ മിക്കതും UDFന്റെ ഭരണമാണ് പ്രവചിച്ചിരിക്കുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ അവകാശപ്പെട്ടതുപോലെ 100 സീറ്റിന്റെ മാർജിനൊന്നും ഒരു എക്സിറ്റ് പോളും UDFന് പ്രവചിക്കുന്നില്ല. ശരാശരി 80 മുതൽ 85 സീറ്റ് വരെയാണ് പ്രവചനങ്ങളിലുള്ളത്. 85 സീറ്റിന് മുകളിൽ കിട്ടുമെന്ന് തന്നെയാണ് UDF നേതാക്കൾ ഇപ്പോഴും പ്രതീക്ഷ പങ്കുവെക്കുന്നത്. ഭരണവിരുദ്ധ വികാരത്തിന്റെ ആനുകൂല്യം മുഴുവൻ UDFന് കിട്ടുമെന്ന് RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ. അല്ല, എക്സിറ്റ് പോൾ ഒരു ഇൻഡിക്കേഷൻ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഞാൻ ആ എക്സിറ്റ് പോളിനെ മുഖവിലേക്ക് എടുക്കുന്നില്ല. എന്താണേലും ഇതിനേക്കാൾ വളരെ മെച്ചപ്പെട്ട വിജയമാണ് ഐക്യജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാകാൻ പോകുന്നത്. ഭരണവിരുദ്ധ വികാരം, പിണറായി വിരുദ്ധ വോട്ട്, അതാണ് കേരളം കണ്ടിട്ടുള്ളത്. അത് നിങ്ങൾക്ക് 4-ാം തീയതി രാവിലെ ഈ സമയമാകുമ്പോൾ നിങ്ങൾക്ക് അത് ബോധ്യപ്പെടും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെല്ലാം കൃത്യമായ സീറ്റ് പ്രവചനം നടത്തിയ ചാണക്യ തൂക്കുമന്ത്രിസഭയുടെ സാധ്യത വരെ പറഞ്ഞു കഴിഞ്ഞു. LDF സർക്കാരിന്റെ തുടർച്ച ഉണ്ടാകുമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. ഈ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഫലം ഉണ്ടാകും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ വിധി ആവും എന്ന ഞങ്ങളുടെ LDFന്റെ പ്രവർത്തകരുടെ വിചാരത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. കേരളത്തിൽ വീണ്ടും അക്കൗണ്ട് തുറക്കുമെന്ന് മിക്ക സർവേകളും പ്രവചിച്ചിട്ടും BJP നേതാക്കൾ മൗനം തുടരുകയാണ്. മീഡിയ 1 തിരുവനന്തപുരം.